ഹായ് ഓൾ. ഇപ്പം RRB ALP എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ RRB ALPയുടെ ആപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു എക്സാമിനായിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് അറിയാം. അപ്പോൾ നമുക്കറിയാം 2025 ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് 2026 ആദ്യത്തെ എക്സാമായ ALPയുടെ എക്സാം ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ALP എക്സാമിനായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ RRB ALP ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നത്, ഇതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ പ്രീവിയസിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് CBT 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് CBT 1 ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയുള്ളൂ. അതായത് CBT 2 പിന്നീട് CBAT അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ CBT 1 60 മിനിറ്റിൽ 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 75 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇപ്പം ഈ പുതിയ 2026 വന്ന നോട്ടിഫിക്കേഷനിൽ ജനറൽ അവയർനെസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ഈ 3 ടോപ്പിക്സ് ആണ് നമ്മുടെ CBT 1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ CBT 2 വരുമ്പോൾ നിങ്ങൾക്ക് പാർട്ട് എ, പാർട്ട് ബി അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം വരുന്നത്. അതിൽ പാർട്ട് എയിൽ മാത്സ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പിന്നീട് പാർട്ട് ബിയിൽ റിലവൻറ്റ് ട്രേഡ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് CBT 2 സ്ട്രക്ചർ. നമ്മൾ CBAT വരുമ്പോൾ ഇത്തവണ CBAT 50% മാർക്ക്, അതായത് ഇക്വലന്റ് നമ്മുടെ CBT 2 50%, CBAT 50%, അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നത്. നേരത്തെ ഉള്ള എക്സാംസിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇത്തവണ CBATനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ CBATനും കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് CBT 1 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം റീജിയണിലെ URന് 70.80 വന്നിട്ടുണ്ട്, 70.8 വന്നിട്ടുണ്ട്. അതേപോലെ ബാംഗ്ലൂർ 79.57, ചെന്നൈയിൽ 77, സെക്കന്ദരാബാദിൽ 72.42. ഇങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, UR കാറ്റഗറിക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമ്മൾ CBT 2 പോകുമ്പോൾ CBT 2 നമുക്ക് UR കാറ്റഗറിക്ക് 45.92, അതേപോലെ OBCക്ക് 50.74, പിന്നീട് സെക്കന്ദരാബാദ് നോക്കുവാണെങ്കിൽ 56.29, OBCക്ക് 30, ബാംഗ്ലൂരിലാണെങ്കിൽ URന് 69.14, OBCക്കാണെങ്കിൽ 57.44, ചെന്നൈക്ക് URൽ 62.37, OBCക്ക് 56.94 ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ CBATന്റെ കേസ് പറഞ്ഞു, ഇത്തവണ അത് നമ്മുടെ 50-50 ആണ്. CBT 2 50%, CBATന്റെ 50%, അങ്ങനെയാണ് ഇനി മുതൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ മാത്സ്, റീസണിങ്, സയൻസ് നേരത്തെ എക്സാംസിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്കെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ CBT 1 സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജനറലി 75 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 25 മാർക്കിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ്, 25 മാർക്കിന്റെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഈക്വലി നമുക്ക് പ്രതീക്ഷിക്കാം 25 അങ്ങനെ 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കിന്റെ വെയിറ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാം. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം, റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു ഇത് പറയാൻ സാധിക്കില്ല. പക്ഷെ 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ CBT 1 നമ്മുടെ 75 മാർക്കിൽ നിങ്ങൾ ഒരു 58-62 എങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ, CBT 1 ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നീട് CBT 2 വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നമുക്കറിയാം ഔട്ട് ഓഫ് 100 പാർട്ട് എ വരുന്നത്, പാർട്ട് ബി വരുന്നത് 75 അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. എന്തായാലും ഒരു ഹൈ മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ടാവണം നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനനുസരിച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. നിങ്ങൾ ആ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കിലേക്ക് നിങ്ങളുടെ സ്കോർ എത്തുന്നിടം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് ഒക്കെ പഠിച്ച് കൃത്യമായി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ALP. അപ്പം നിങ്ങളുടെ ഇനിയുള്ള ദിവസത്തെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കൃത്യമായി ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്കോർ മനസ്സിൽ സെറ്റ് ചെയ്ത് ആ ഒരു സ്കോറിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ എത്തിക്കണം. നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകളും ലെക്ചർ ടെസ്റ്റുകളും അങ്ങനെ ഓരോ ടോപ്പിക് വൈസുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ സ്കോറിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തീർച്ചയായിട്ടും എത്താൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പം നമുക്ക്
നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷന് സപ്പോർട്ട് നൽകാനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPയുടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെക്ചർ ടെസ്റ്റ് ആയിട്ടും ടോപ്പിക് വൈസും അതേപോലെ മൊഡ്യൂൾ ടെസ്റ്റുകളായിട്ടും നിങ്ങൾക്ക് വീക്കിലി എക്സാംസ് അങ്ങനെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനും നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.